ഇന്റഗ്രൽ ലെജുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജീവശാസ്ത്രത്തിൽ അസ്ഥികളെ കുറിച്ചും പേശികളെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവിന്റെ 3-ാം ഭാഗമാണിത്. ഈ സീരീസിലെ എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് മുകളിൽ ഐ ബട്ടണായും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. SCERT ജീവശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 6-ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥി വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് മറ്റു ജീവികളിലെ അസ്ഥി വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ മുതലായ ജീവികൾക്ക് വളരെ കട്ടിയുള്ള പുറന്തോടാണ് ഉള്ളത്. എന്നാൽ പഴുതാര, തേരട്ട തുടങ്ങിയ ജീവികൾക്ക് കട്ടി കുറഞ്ഞ പുറന്തോടുണ്ട്. ഈ പുറന്തോടുകൾക്ക് ഒരു ധർമ്മമുണ്ട്. എന്താണത്? ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെയാണ് ഈ പുറന്തോടുകൾ ആ ജീവികളെ സഹായിക്കുന്നത്. ശരീരത്തിന് പുറമെയുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികുടം എന്നാണ് പറയുന്നത്. ബാഹ്യാസ്ഥികുടം അല്ലെങ്കിൽ എക്സോ സ്കെലിറ്റൻ എന്നും പറയുന്നു. മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, അതുപോലെ ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ ഇതൊക്കെ ബാഹ്യാസ്ഥികുടത്തിന്റെ അവശേഷിപ്പുകളാണ്. അടുത്തത് പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത്. അല്ലെ, മനുഷ്യൻ ഉൾപ്പെടെ മിക്ക മൃഗങ്ങളുടെയും എന്താണ് അസ്ഥികൂടം, അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിനകത്താണ്. ഇത്തരം അസ്ഥി വ്യവസ്ഥ നമ്മൾ എന്ത് പറയുന്നു? ആന്തരാസ്ഥികൂടങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻഡോസ്കെലിറ്റൻ എന്നാണ് പറയുന്നത്. അപ്പം എക്സോസ്കെലിറ്റൻ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ എൻഡോസ്കെലിറ്റനും നമ്മൾ പഠിച്ചു. ആമ, ചീങ്കണ്ണി, മുതല എന്നീ ജീവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവർക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ബോത്ത് എക്സോസ്കെലിറ്റൻ ആൻഡ് എൻഡോസ്കെലിറ്റൻ പ്രസന്റ് ആണ്. ആർക്ക്? ആമ, ചീങ്കണ്ണി, മുതല എന്നീ ജീവികൾക്ക്. ഇനി അസ്ഥികളുടെ പ്രധാനമായിട്ടുള്ള ധർമ്മം എന്താണ്? അസ്ഥികൾ ശരീരത്തിന് ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, അതുപോലെ തന്നെ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി മനുഷ്യ ശരീരത്തിലെ അസ്ഥി വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഓസ്റ്റിയോളജി എന്നാണ് പറയുന്നത്. എന്താണ്? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഏകദേശം 300 എല്ലുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. എത്ര? 300 എല്ലുകളാണ് ഉള്ളത്. പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ എത്ര എല്ലുകളാണുള്ളത്? 300 എല്ലുകളാണുള്ളത്. അതിനുശേഷം പ്രായമാകുന്നതിനനുസരിച്ച് അവരുടെ കുറച്ച് എല്ലുകള് എന്തായിട്ട് മാറുന്നു? ഒന്നിച്ചു ചേർന്ന് 206 എല്ലുകളായിട്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു അഡൽട്ട് പേഴ്സണിൽ അല്ലെങ്കിൽ മുതിർന്ന ഒരാളിൽ എത്ര അസ്ഥികളാണ് ഉള്ളതെന്നുള്ള ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 206 ആണ് കേട്ടോ. ഇനി അസ്ഥികളിലെ കോശങ്ങളെ ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. അസ്ഥികളിലെ കോശങ്ങളെ ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി അസ്ഥികളിൽ കാണപ്പെടുന്ന ലോഹം ഏതൊക്കെയാണ്? കാൽസ്യം, അതുപോലെ തന്നെ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആണ് കേട്ടോ അസ്ഥികളിൽ കാണപ്പെടുന്ന ലോഹം. എന്നാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്താണ്? ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. കാൽസ്യം ആണ് അതിന്റെ ആൻസർ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് കാൽസ്യമാണ്. ഒരു 85% കാൽസ്യമാണ് അസ്ഥികളിൽ ഉള്ളത്. ഇനി അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം അല്ലെങ്കിൽ കമ്പൗണ്ട് എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആൻഡ് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റ്. ഇതിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ധർമ്മം എന്താണ്? ഏറ്റവും കൂടുതൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. കാൽസ്യം ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന അല്ലെങ്കിൽ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റിന്റെ പ്രസൻസ് ആണ്. ഇനി അസ്ഥികൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അല്ലെ, രാവിലത്തെയൊക്കെ ഇളം വെയിലൊക്കെ കൊള്ളാൻ പറയുന്നുണ്ട്. അല്ലെ, അസ്ഥികൾക്ക് നല്ലതാണ് നമുക്കറിയാം. വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡി കുറയുന്നത് കാരണം വരുന്ന ഒരു രോഗമാണ് കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം വരുന്നതാണ് കേട്ടോ റിക്കറ്റ്സ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ കണരോഗം എന്നാണ് അതിന്റെ മലയാള പദം. ഇനി അടുത്തതായിട്ട് മനുഷ്യ ശരീരത്തിലെ
അസ്ഥി വ്യവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ടാണ് തരംതിരിക്കാവുന്നത്. ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടം, അതുപോലെ തന്നെ അനുബന്ധ അസ്ഥികൂടം. അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ നമ്മൾ ആക്സിയൽ സ്കെലിറ്റൻ എന്നാണ് പറയുന്നത്. അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ. ഓക്കെ, അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ. ഇനി ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ നേർരേഖയിൽ അല്ലെങ്കിൽ ഒരു സെന്റർ ആക്സിസിൽ വരുന്ന അസ്ഥികളെയാണ് നമ്മൾ ആക്സിയൽ സ്കെലിറ്റൻ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ തന്നെ നമുക്ക് കാണാം അല്ലെ, നേർരേഖയിലാണ് ഈ അസ്ഥികളൊക്കെ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ആക്സിയൽ സ്കെലിറ്റൻ ആണ് അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടമാണ്. എന്നാൽ ഈ അസ്ഥികളെ അനുബന്ധിച്ചിരിക്കുന്ന മറ്റു എല്ലുകളെ നമ്മൾ അനുബന്ധ അസ്ഥികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ എന്നും പറയുന്നു. ഓക്കെ, ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ എന്താണ് അസ്ഥികളെ നമ്മൾ അനുബന്ധ അസ്ഥികൂടം എന്നാണ് പറയുന്നത്. ഈ അക്ഷാസ്ഥികൂടത്തിലും അനുബന്ധ അസ്ഥികൂടത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ അസ്ഥികളാണ് വരുന്നത് നമുക്ക് നോക്കാം. ആക്സിയൽ സ്കെലിറ്റൻ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ ക്രേനിയം അല്ലെങ്കിൽ കപാലം എന്ന് പറയും. ഓക്കെ, എത്ര എല്ലാണുള്ളത്? 8 എല്ലുകളാണുള്ളത്. ഇനി നെക്സ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ ഫേഷ്യൽ ബോൺസ് എന്ന് പറയുന്നു മുഖാസ്ഥികൂടം. 14 എല്ലുകളാണ് ഉള്ളത്. ഇത് രണ്ടും കൂടിയതാണ് സ്കൾ അല്ലെങ്കിൽ തലയോട് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ചേർത്താൽ 22 ബോൺസ് ആണ് സ്കളിൽ അല്ലെങ്കിൽ തലയോടിലുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇയർ, ചെവിയില് മെയിൻ ആയിട്ട് 3 ബോൺസ് ആണുള്ളത്. ഓക്കെ, മാലിയസ്, ഇൻകസ്, ടേപ്പസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ 2 ചെവിയിലും 3 എല്ലുകൾ വീതമുണ്ട്. അപ്പൊ ടോട്ടല് 6 ആണ്. 6 എല്ലുകളുണ്ട് ചെവിയില്. ഇനി ത്രോട്ടിൽ തൊണ്ടയിൽ കാണുന്ന ഒരേ ഒരു ബോണാണുള്ളത്. ഓക്കെ, അതിന്റെ പേര് ഹയോയിഡ് ബോൺ എന്നാണ്. ഇനി സ്റ്റേണം, മാറല്. ഓക്കെ, സ്റ്റേണത്തിന്റെ മലയാള പദമാണ് മാറല്. ഒരു ബോണാണുള്ളത്. വേർട്ടിബ്രേ, നട്ടെല്ല് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം എന്നൊക്കെ നമുക്കറിയാലോ. 26 എല്ലുകളാണുള്ളത്. ഇനി റിബ്സ്, നട്ടെല്ല് വേറൊരു കാര്യം പറയുന്നത് എന്താണ്? കശേരുക്കൾ എന്നാണ് കേട്ടോ. ഈ വെർട്ടിബ്രേസ് നമ്മൾ പറയുന്നത് കശേരുക്കൾ. ഇനി റിബ്സ് അല്ലെങ്കിൽ വാരിയെല്ലുകൾ 12 പെയർസ് ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ഈ റിബ്സ് പ്രസന്റ് ആണ്. അപ്പം 2 സൈഡിലും കൂടെ കൂട്ടുമ്പോൾ 24 ബോൺസ് ആണുള്ളത്. അങ്ങനെ ടോട്ടലി ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത് എത്രയാണ്? 80 അസ്ഥികളാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അനുബന്ധ അസ്ഥികൂടമാണ്. ഹാൻഡ്സ് അല്ലെങ്കിൽ കൈകളിൽ എത്ര അസ്ഥികള്? ഒരു കയ്യിൽ തന്നെ 30 അസ്ഥികളാണ്. അപ്പൊ 2 കൈയിലും കൂടെ ചേർത്തിട്ട് ടോട്ടല് കൈകളിലെ അസ്ഥികൾ എന്ന് പറയുന്നത് 60 ആണ്. കാലുകളെ അസ്ഥികളും അതുപോലെ തന്നെ ഒരു കാലില് 30 എല്ലുകളാണുള്ളത് അല്ലെങ്കിൽ അസ്ഥികളാണുള്ളത്. അപ്പം 2 കാലിലും കൂടെ കൂട്ടിയിട്ട് 60. ഇനി ഇടുപ്പെല്ല് 2 വശത്തും ഉണ്ട് അല്ലെ, 2 സൈഡിലായിട്ടാണ് ഇടുപ്പെല്ല് ഉള്ളത്. അപ്പൊ അത് 2 എണ്ണമാണ് ഉള്ളത്. ഇനി ഷോൾഡർ അതുപോലെ തന്നെ 2 എല്ലുകളാണ് ഒരു സൈഡിൽ തന്നെ ഉള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടല് 4. അങ്ങനെ 60 4 കൂടെ കൂട്ടുമ്പോൾ 126 ആണ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ. ഓക്കെ, അപ്പൊ ആക്സിയൽ സ്കെലിറ്റൻ എത്രയാണ്, അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ വരാറുണ്ട് PSC-യിൽ. അപ്പം ആക്സിയൽ സ്കെലിറ്റനിൽ എത്രയാണ്? 80. അതുപോലെ തന്നെ അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ 126 ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആക്സിയൽ സ്കെലിറ്റനിലുള്ള ഓരോ എല്ലുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് തലയോട് അല്ലെങ്കിൽ തലയോടിന് എന്താണ് വേറെ പേരാണ് സ്കൾ എന്ന് പറയുന്നത്. തലയോട് അല്ലെങ്കിൽ സ്കള്. അപ്പം സ്കളിൽ ഏതൊക്കെയാണ് ബോൺസ് വരുന്നത്? ക്രേനിയൽ ബോൺസ് അല്ലെങ്കിൽ കപാലം എന്ന് പറയുന്നു. 8 ബോൺസ് ആണ്. 8 ക്രേനിയൽ ബോൺസ് ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയാന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കപാലത്തിൽ എത്ര ബോൺസ് വരുന്നു എന്ന് ചോദിച്ചാൽ 8 ബോൺസ് ആണ്. ഇനി ഫേസിൽ അല്ലെങ്കിൽ ഫേഷ്യൽ ബോൺസ് മുഖാസ്ഥികൂടം എന്ന് പറയുന്നത് 14 എണ്ണമാണ്. അപ്പൊ ഈ ഫേഷ്യൽ ബോൺസിൽ വരുന്ന ഒരു എല്ലാണ് ഇത് കീഴ്ത്താടിയല്ല അല്ലെങ്കിൽ മാൻഡിബിൾ എന്ന് പറയുന്നത്. സോ ഈ മാൻഡിബിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? തലയോടിലുള്ള ചലിക്കാൻ പറ്റുന്ന ഒരേ ഒരു അസ്ഥിയാണ് ഏത്? മാൻഡിബിൾ അല്ലെങ്കിൽ കീഴ്ത്താടിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫിഗറിൽ ഇതാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്, കീഴ്ത്താടിയല്. അതിന്റെ പ്രത്യേകത എന്താണ്? തലയോടിൽ ചലിക്കാൻ പറ്റുന്ന ഒരേ ഒരു അസ്ഥി അല്ലെങ്കിൽ ഓൺലി മൂവബിൾ ബോൺ ഇൻ ദി സ്കൾ എന്ന് പറയുന്നത് ഏതാണ്? മാൻഡിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അസ്ഥി എന്ന് പറയുന്നത് ഈ കീഴ്ത്താടിയലാണ് അല്ലെങ്കിൽ മാൻഡിബിൾ ആണ് കേട്ടോ.
ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ള അസ്ഥി മാൻഡിബിൾ അല്ലെങ്കിൽ കീഴ്ത്താടിയെല്ലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെവിയിൽ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 3 ബോൺസ് ആണുള്ളത്. ഒരു ചെവി തന്നെ 3 ബോൺസ് ആണുള്ളത്. ഓക്കെ, മാലിയസ്, ഇൻകസ്, ടേപ്പസ്. ഇപ്പൊ നമ്മുടെ മിഡിൽ ഇയറിലാണ് ഈ ഒരു സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബോൺസ് പ്രസന്റ് ആയിട്ടുള്ളത്. മാലിയസ്, ഇൻകസ്, ടേപ്പസ്. ഇപ്പൊ 2 വശത്തുമായിട്ട് ടോട്ടൽ 6 ബോൺസ് ആണ് ചെവികളിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റേപ്പസ് ആണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേപ്പസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് തൊണ്ടയിൽ കാണുന്ന ബോൺ ഏതാന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ അത് ഏതാണ്? ഹയോയിഡ് ബോൺ ആണ് കേട്ടോ. ഹയോയിഡ് ബോൺ. തൊണ്ടയിൽ കാണുന്ന ഒരേ ഒരു ബോണാണ് ഹയോയിഡ് ബോൺ. ഒരെണ്ണമാണ് അതുള്ളത്. ഇനി മാറല് എന്ന് പറയുന്നത് അതിന്റെ പേരെന്താ? സ്റ്റേർണം എന്നാണ്. ഓക്കെ, ഇതിലേക്കാണ് നമ്മുടെ വാരിയല്ലുകൾ 7 വാരിയല്ലുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം സ്റ്റേർണം ഒരെണ്ണമാണ് ഉള്ളത്. ഇതാണ് വാരിയല്ലുകൾ. വാരിയല്ലുകൾ നമുക്ക് 3 തരത്തിൽ തിരിക്കാം. ഓക്കെ, ട്രൂ റിബ്സ് ആൻഡ് ഫോൾസ് റിബ്സ്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നും പറയുന്നു. അങ്ങനെ 3 രീതിയിൽ നമുക്ക് വാരിയല്ലുകളെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ട്രൂ റിബ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ സ്റ്റേർണം അല്ലെങ്കിൽ മാറലായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്ന ബോൺസ് ആണ് ട്രൂ റിബ്സ്. ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള റിബ്സ് ട്രൂ റിബ്സ് ആണ്. ഇനി ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയാണ് കേട്ടോ. 11, 12 അല്ല, 10 വരെയാണ് ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് സ്റ്റേർണുമായിട്ട് കണക്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഗ്രീൻ കളറിൽ കാണുന്ന ബോൺസ് ആണ് ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്ട്ലി ഈ കാണുന്ന സ്റ്റേർണുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്റ്റേർണുമായിട്ട് യാതൊരു കണക്ഷൻ വരാത്ത റിബ്സ് ആണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, 11ാമത്തെയും 12ാമത്തെയും റിബ്സ് ആണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, അത് PSCയിൽ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് വാരിയലുകളെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എത്ര വാരിയലുകളാണുള്ളത്? 12 എണ്ണമാണ് ഒരു സൈഡിൽ തന്നെ ഉള്ളത്. അപ്പൊ 2 വശങ്ങളുണ്ട് അല്ലെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. അപ്പം ടോട്ടൽ 24 റിബ്സ് ആണ് അല്ലെങ്കിൽ വാരിയലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഇനി നട്ടെല്ല് എങ്ങനെയാണ്? നമുക്ക് 5 രീതിയിൽ തിരിക്കാം കേട്ടോ. സെർവിക്കൽ വെർട്ടിബ്രേ, തൊറാസിക് വെർട്ടിബ്രേ, ലുംബാർ വെർട്ടിബ്രേ, സാക്രം ആൻഡ് കോക്സിസ്. അങ്ങനെ 5 തരം വെർട്ടിബ്രേസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? വെർട്ടിബ്രൽ ബോൺസ് ടോട്ടലി എത്രയാണ്? 26 എണ്ണമാണ് ഉള്ളത്. ഈ സാക്രം ആൻഡ് കോക്സിസ് എന്ന് പറയുന്ന ഈ അവസാനം കാണുന്ന ഈ ഒരു വെർട്ടിബ്രേ ഉണ്ടല്ലോ, അത് ഫ്യൂസ് ചെയ്തിട്ടാണുള്ളത്. അത് ഫ്യൂസ് ചെയ്തത് കാരണം ആണ് 26 എണ്ണം. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി കൗണ്ട് ആണെങ്കിൽ 33 വെർട്ടിബ്രേസ് ആണ് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ. ഓക്കെ, പക്ഷെ ഈ സാക്രം കോക്സിസ് എന്ന് പറയുന്നത് ജോയിന്റ് ആയിട്ടുള്ള ഒരു ബോണാണ്. സോ അങ്ങനെയാണ് 26 എണ്ണം വരുന്നത്. ഇനി ആദ്യത്തെ കശേരു എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ് കേട്ടോ. അറ്റ്ലസ് ബോൺ ആണ്. ഓക്കെ, അവസാനത്തെ കശേരു എന്ന് പറയുന്നത് ഏതാണ്? ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ കോക്സിസ് ആണ്. ഓക്കെ, ആദ്യത്തെ കശേരു അറ്റ്ലസ്, അവസാനത്തെ കശേരു കോക്സിസ്. ഇനി ഇത്രയും നമ്മൾ പഠിച്ചത് എന്താണ്? ആക്സിയൽ സ്കെലിറ്റൻ ആണ്. ഇനി അനുബന്ധ അസ്ഥികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി കൈകളിലെ അസ്ഥികൾ. ഓക്കെ, കൈകളിലെ അസ്ഥികൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലേ, അസ്ഥികൂടം. അപ്പം ഹ്യൂമറസ് ഒരു ബോണാണ്. ഓക്കെ, അപ്പർ ആമിൽ കാണുന്ന ഈ ബോണാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഒരെണ്ണാണ് ഉള്ളത്. ഓക്കെ, ഇനി റേഡിയസ് ആൻഡ് അൾണ, അതിന് നമുക്ക് കണം കൈ എന്ന് പറയും. ഈ കൈമുട്ടിന്റെ താഴെയായിട്ട് കാണുന്ന ഈ 2 ബോൺസ് ആണ് റേഡിയസും അൾണയും. ഓക്കെ, നമ്മൾ കണം കൈ എന്ന് പറയുന്നു. 2 എണ്ണമാണ് ഉള്ളത്. ഇനി കാർപ്പൽസ് അല്ലെങ്കിൽ മണിബന്ധം എന്നാണ് പറയുന്നത്. കാർപ്പൽസിന് ടോട്ടൽ 8 ബോൺസ് ആണ് ഈ കാർപ്പൽസിൽ വരുന്നത്. ഇനി ഫൈനലി മെറ്റാകാർപ്പൽസ് ആൻഡ് ഫെലഞ്ചസ്. ഓക്കെ, മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത് കൈപ്പത്തി എന്ന് പറയുന്നു. 5 ബോൺസ് ആണുള്ളത്. ഫെലഞ്ചസ് ആവട്ടെ കൈവിരലുകൾ എന്നാണ് പറയുന്നത്. 14 എണ്ണം. അങ്ങനെ ഒരു കയ്യിൽ തന്നെ ഒരു സൈഡിൽ തന്നെ എത്ര ബോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്? 30 ബോൺസ് ആണുള്ളത്. 2 വശങ്ങളിലായിട്ട് 60 ബോൺസ് ആണ് കൈകളിലെ അസ്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ബോൺസ്? ഹ്യൂമറസ് എന്ന് പറയും. ഹ്യൂമറസ് അല്ലെങ്കിൽ ഭുജാസ്തി എന്ന് പറയുന്നത് അപ്പർ ആമിൽ കാണുന്നു. റേഡിയസ് ആൻഡ് അൾണ എന്ന് പറയുന്നത് ലോവർ ആമിലാണ് കാണുന്നത്. ഓക്കെ, 2 ബോൺസ് ആണ് കണം കൈയിലുള്ളത്. ഇനി കാർപ്പൽസ് അല്ലെങ്കിൽ റിസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എത്ര ബോൺസ് പ്രസന്റ് ആയിട്ടുള്ളത്? 8 എണ്ണമാണ്.
മെറ്റാകാർപ്പൽസ് 5 എണ്ണം, ഫാലഞ്ചസ് 14 എണ്ണം. അങ്ങനെ ടോട്ടല് ഒരു വശത്ത് തന്നെയായിട്ട് 30 ബോൺസ്, 2 കൈകളിലാവുമ്പോൾ അപ്പം 60 ബോൺസ് ആണ് കൈകളിൽ ഉള്ളത്. ഇനി കാലുകളിലെ അസ്ഥികൾ, ഫീമർ ബോൺ, തുടയെല്ലെന്ന് പറയുന്നു ഒരെണ്ണം, കണങ്കാൽ, ടിബിയ ആൻഡ് ഫിബുല. ഓക്കെ, ഈ മുട്ടിന്റെ ചിരട്ടയ്ക്ക് താഴെയായിട്ട് കാണുന്ന ഈ 2 എല്ലുകളാണ് കണങ്കാല് വരുന്നത്. ടിബിയ ആൻഡ് ഫിബുല 2 എല്ലുകളാണത്. ഇനി കാൽമുട്ട് അല്ലെങ്കിൽ പറ്റല്ല. ഓക്കെ, കാൽമുട്ട്, പറ്റല്ല, അത് ഒരെണ്ണാണുള്ളത്. ഇനി ടാർസൽസ് അല്ലെങ്കിൽ കാൽക്കുഴ. ഓക്കെ, ടാർസൽസ്, ഇതാണ് ടാർസൽസ് എന്ന് പറയുന്ന ഏരിയ. എത്ര എല്ലുകളാണുള്ളത്? 7 എല്ലുകളാണ് ടാർസൽസിലുള്ളത്. മെറ്റാടാർസൽസിലാണ് അല്ലെങ്കിൽ കാൽപാദത്തിലാണെങ്കിൽ 5 എണ്ണം, ഫാലഞ്ചസ് 14 എണ്ണമാണ് ഉള്ളത്. അങ്ങനെ ടോട്ടലി ഒരു സൈഡിൽ തന്നെ നോക്കുമ്പോൾ 30 എല്ലുകൾ, അപ്പൊ 2 സൈഡിലും കൂടെ ആകുമ്പോൾ ടോട്ടല് 60 എല്ലുകളാണുള്ളത്. ഓക്കെ, ഈ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫീമറിനെ കുറിച്ചാണ്. എന്താണത്? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് ഫീമർ ബോൺ ആണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് ഫീമർ ബോൺ. ഇനി ഇടുപ്പെല്ല് അല്ലെങ്കിൽ പെൽവിക് ഗേർഡിൽ, ഇത് 2 ബോൺസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓരോ വശത്തും, ലെഫ്റ്റിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും പ്രസന്റ് ആണ്. സോ എത്രയാ? 2 എല്ലുകളാണ് ഇടുപ്പെല്ല് എന്ന് പറയുന്നത്. തോളെല്ല്, തോളെല്ല് 2 എല്ലുകളാണ് തോളെല്ല് വരുന്നത്. ക്ലാവിക്കിളും അതുപോലെ തന്നെ സ്കാപ്പുലയും, ഷോൾഡർ ബ്ലേഡ്, അല്ലെങ്കിൽ ഈ ക്ലാവിക്കലിന്റെ വേറെ പേരാണ് കോളർ ബോൺ, ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇത് ഒരു സൈഡിൽ തന്നെ 2 ബോൺസ് ആണ് വരുന്നത്. അപ്പൊ 2 സൈഡിലും കൂടെ ടോട്ടലി 4 ബോൺസ് ആണുള്ളത്. തോളലില് 4 ബോൺസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആക്സിൽ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഓരോ ബോൺസും. അപ്പൊ ഈ ബോൺസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ കാണുന്നത്. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോടിന്റെ ധർമ്മം എന്താണ്? തലയോടിന്റെ ധർമ്മം എന്ന് പറയുന്നത് തലച്ചോറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. തലയോട്ടിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്? കീഴ്ത്താടി എല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ആരാണ്? വാരിയെല്ലുകളാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയെല്ലാണ് അല്ലെങ്കിൽ ഫീമർ ബോൺ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ചെവിക്കുള്ളിലെ സ്റ്റേപ്പസ് ബോൺ ആണ്. ഓക്കെ, ഇനി മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, മൂക്കിലും അതുപോലെ തന്നെ ചെവിയിലും കാണുന്ന കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, മൂവബിൾ ആയിട്ടുള്ള ഒരു അസ്ഥിയാണത് എന്ത്? തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്നാണ് പറയുന്നത്. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇനി പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകമാണെന്ത്? ജോയിന്റ്സ് എന്ന് പറയുന്നത്. സോ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ജോയിന്റ്സ് ആണ് കേട്ടോ. ഇനി ജോയിന്റ്സ് അല്ലെങ്കിൽ അസ്ഥിസന്ധികൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഓക്കെ, ഗോളരസന്ധി എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അപ്പൊ ഇത് എവിടേക്കാണ് കാണുന്നത് എന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. തോളെല്ല് ഗോളരസന്ധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇടുപ്പെല്ല്. സോ ഇവരുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധികളാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെങ്കിൽ ഗോളരസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു 360 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോയിന്റ്സ് ആണിത്, ഗോളരസന്ധി എന്ന് പറയുന്നത്. എവിടേക്കാണ് കാണുന്നത്? തോളലും അതുപോലെ തന്നെ ഇടുപ്പെല്ലും. സോ അതുപോലെ തന്നെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു അസ്ഥിയുടെ ഹെഡ് പോർഷൻ അത് ഉരുണ്ടിട്ടായിരിക്കും ഉണ്ടാവുക, അത് മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അങ്ങനെയാണ് അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ആ ചലന സ്വാതന്ത്ര്യം കിട്ടുന്നത്. സോ ഗോളരസന്ധി എവിടെയുള്ളത്? തോളെല്ല് സന്ധി അതുപോലെ തന്നെ ഇടുപ്പെല്ല് സന്ധിയിലാണ് ഈ ഗോളരസന്ധിയിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്, കൈമുട്ടും കാൽമുട്ടും ആണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു അല്ലെ. നമുക്ക്
എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലെക്ഷൻ മൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന സന്ധിയാണിത് ഹിഞ്ച് ജോയിന്റ് അല്ലെങ്കിൽ വിജാഗിരി സന്ധി. അവർക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്. ഓക്കെ, വിജാഗിരി സന്ധിയുടെ എക്സാമ്പിൾസ് ആണ് കൈമുട്ടും അതുപോലെ തന്നെ കാൽമുട്ടും. ഇനി കീലസന്ധി അല്ലെങ്കിൽ പൈവോട്ട് ജോയിന്റ് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? കഴുത്തിലാണ്. തലയോടും നട്ടലിന്റെ മുകൾ ഭാഗം ചേരുന്ന സ്ഥലം. സോ ഇവരുടെ പ്രത്യേകത എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലേക്ക് തല അനക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. സോ അത് പൈവോട്ട് ജോയിന്റിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, കഴുത്തിലാണ് ഈ കീലസന്ധി പ്രസന്റ് ആയിട്ടുള്ളത്. സോ തലയോടും നട്ടലിന്റെ മുകൾ ഭാഗം ചേരുന്ന സ്ഥലമാണ് കീലസന്ധി വരുന്നത്. ഇനി സന്ധികളുടെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് അസ്ഥി സന്ധി എന്ന് പറയുന്നത്. രണ്ട് എല്ലുകളെ യോജിപ്പിക്കുന്ന സ്ഥലമാണ് സന്ധി എന്ന് പറയുന്നത് അല്ലെ. സൈനോവിയൽ സ്തരം, സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്ന സ്ഥലമാണ് ഈ സൈനോവിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത്. ഈ പിങ്ക് കളറിൽ എന്താണ് ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത്. ഇനി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാണ്? ക്യാപ്സ്യൂൾ ആണ്. ഇനി സൈനോവിയൽ ദ്രവം. ഓക്കെ, സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ആണ് അല്ലെ. സൈനോവിയൽ സ്തരത്തിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹമായി പ്രവർത്തിക്കുന്നു. ഓക്കെ, സോ അതിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ്, സൈനോവിയൽ മെംബ്രെയിന്റെ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. തരുണാസ്ഥി, അസ്ഥികൾക്ക് ഇടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്നാണ് പറയുന്നത് അല്ലെ തരുണാസ്ഥി. അപ്പൊ അസ്ഥികൾക്കുള്ളിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒഴിവാക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണത് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഇനി സ്നായുക്കൾ നമുക്കറിയാം. സ്നായുക്കൾക്ക് അല്ലെങ്കിൽ ലിഗമെന്റ്സിന് ഒരു ഫംഗ്ഷൻ എന്താണ്? രണ്ട് ബോൺസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ലിഗമെന്റ്സ് അല്ലെ. സ്നായുക്കൾ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അവരുടെ വേറൊരു പ്രധാന ധർമ്മമാണ് ഈ പറഞ്ഞത്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഓക്കെ, അപ്പം ഒരു സന്ധിയിൽ വരുന്ന എന്തൊക്കെയാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് സൈനോവിയൽ സ്തരം, അതിനുള്ളിൽ കാണുന്ന സൈനോവിയൽ ദ്രവം അല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ്, പിന്നെ ക്യാപ്സ്യൂൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് അല്ലെ. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഘടകമാണ് ഏത്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. തരുണാസ്ഥി അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്ന ഘടകമാണത് തരുണാസ്ഥി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നു. സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി സന്ധികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ആർത്രോളജി എന്നാണ് പറയുന്നത്. എന്താണ്? സന്ധികളെ കുറിച്ചുള്ള പഠനത്തെ ആർത്രോളജി എന്നാണ് പറയുന്നത്. ഇനി ചലിക്കാത്ത സന്ധി, തന്തുരൂപ സന്ധിയാണ് ചലിക്കാത്ത സന്ധി. അത് എവിടെയാണുള്ളത്? നമ്മുടെ സ്കള്ളിലാണ് ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ കപാലത്തിൽ ആണ് ഉള്ളത്. അവിടുത്തെ കുറെ ബോൺസ് 8 ബോൺസ് തന്നെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. 8 പ്ലസ് എത്രയാണ്? 14 ബോൺസ്. ടോട്ടൽ 22 ബോൺസ് ആണ് ഉള്ളത്. അതില് മാൻഡിബിൾ ഒഴികെ ബാക്കിയുള്ള ഒരു ബോൺസും ചലിക്കാത്തതാണ്. അപ്പൊ ചലിക്കാത്ത സന്ധി എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ കാണുന്ന ഈ സ്ട്രക്ചറിനാണ് നമ്മൾ സ്യൂച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്യൂച്ചേഴ്സ്. അപ്പൊ തന്തുരൂപ സന്ധിയാണ് ചലിക്കാത്ത സന്ധി. അതെവിടെ ഉള്ളത്? സ്കൾ അല്ലെങ്കിൽ എവിടെയാ? നമ്മുടെ തലയോടിലാണ് പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. നേരിയ തോതിൽ ചലിക്കുന്ന സന്ധിയെ നമ്മൾ ഉപസ്ഥിതി സന്ധി എന്നാണ് പറയുന്നത്. ഏതാണ്? നേരിയ തോതിൽ ചലിക്കുന്ന സന്ധിയെ ഉപസ്ഥിതി സന്ധി എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി ചലിക്കുന്ന സന്ധിയെ സൈനോവിയൽ സന്ധി എന്നാണ് പറയുന്നത്. ഓക്കെ, ചലിക്കാത്ത സന്ധി തന്തുരൂപ സന്ധി, നേരിയ തോതിൽ ചലിക്കുന്ന സന്ധി ഉപസ്ഥിതി സന്ധി. ഇനി സ്വതന്ത്രമായി ചലിക്കുന്നതിനെ സൈനോവിയൽ സന്ധി എന്നാണ് പറയുന്നത്. സന്ധികളെ കുറിച്ചുള്ള പഠനം ആർത്രോളജി. ഇനി അസ്ഥികൾക്കുണ്ടാകുന്ന വിവിധ തരം രോഗാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അസ്ഥിഭംഗം, ശക്തമായ ആഘാതം ഏൽക്കുന്ന സമയത്ത് എന്താണ്? അസ്ഥി ഒന്നെങ്കിൽ അത് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ അതിൽ വിള്ളൽ വരുവോ ചെയ്യുന്നു. ഈ ഒടിവിനെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രാക്ചർ ആവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണത്. ഇനി സ്പ്ലിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒടിവൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ്? ആ കൈകാലുകളെ നിശ്ചലമായി വെക്കാൻ സഹായിക്കുന്ന ഒരു എന്താണ് എക്യുപ്മെന്റ് എന്ന് പറയും.
ഓക്കെ, അതാണ് എന്ത് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള ഒരു താങ്ങ് പലകയാണ് എന്ത് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. എന്തിനാണത് സഹായിക്കുന്നത്? കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സഹായിക്കുന്നതാണത് സ്പ്ലിന്റ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഫ്രാക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫ്രാക്ചർ അല്ലെങ്കിൽ അസ്ഥിഭംഗം, അതിന് ട്രീറ്റ്മെന്റിന് സമയത്ത് ആ എല്ലുകളെ നിശ്ചലമായി വെക്കാൻ സഹായിക്കുന്നതാണെന്ത് സ്പ്ലിന്റ്. ഇനി സന്ധിവാദം അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്താണത്? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് സന്ധിവാദത്തിന് കാരണങ്ങൾ. ഓക്കെ, ഇനി തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്നുണ്ട്. തരുണാസ്ഥി എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ് അല്ലെ, അതിന് തകരാറ് സംഭവിക്കുന്നു സന്ധിവാദത്തില്. അതുപോലെ തന്നെ അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര വേദന ഉണ്ടാവും, അതുപോലെ തന്നെ സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഓക്കെ, സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സന്ധികളിൽ അസഹനീയമായ ഒരു സ്റ്റിഫ്നെസ്, ഒരു രാവിലെ പുലർച്ചെയൊക്കെ അസഹനീയമായ ഒരു തരിപ്പ് ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, സന്ധിവാദമുള്ള രോഗികൾക്ക്. ഇനി അസ്ഥി സ്ഥാന ഭ്രംശം എന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ ആണ്. ഓക്കെ, എല്ലുകൾ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോവുക, സ്ഥാനം തെറ്റുക എന്ന് പറയുന്നില്ലേ. സന്ധികളിലെ അസ്ഥികൾക്ക് ഉണ്ടാവുന്ന സ്ഥാനമാറ്റമാണ് അസ്ഥിസ്ഥാന ഭ്രംശം എന്ന് പറയുന്നത്. സ്നായുക്കൾക്ക് തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ ലിഗമെന്റ്സിന് തകരാറ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഡിസ്ലൊക്കേഷൻ വരുന്നത്. കഠിനമായ വേദന, നീർവീർക്കം, ചലിപ്പിക്കാൻ പ്രയാസം. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ അവസ്ഥകൾ. ഓക്കെ, ഇനി ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ, സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന കണ്ടീഷനാണ് എന്ത് ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിഗമെന്റ്സിന് വലിയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ എന്ന് പറയുന്നത്. കഠിനമായ വേദന ഉണ്ടാകും, അതുപോലെ തന്നെ നീർവീർക്കവും ഉണ്ടാകും. ഇനി ഓസ്റ്റിയോപോറോസിസ്, അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകുന്നു, അതുപോലെ തന്നെ ഒടിവ് സംഭവിക്കുന്നു. ഇനി കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവയൊക്കെ ഈ ഓസ്റ്റിയോപോറോസിന് കാരണമാകാം. എന്തൊക്കെയാണ്? കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഇതിന് കാരണമായേക്കാം. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഓക്കെ, ഓസ്റ്റിയോപോറോസിസ് എവിടേക്കാണ് എഫക്ട് ചെയ്യുന്നത്? ഇടുപ്പെല്ല്, അതുപോലെ തന്നെ മണിബന്ധം, അല്ല നമ്മുടെ റിസ്റ്റ്, നട്ടെല്ല് എന്നീ ഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങൾ. ഇനി പേശീക്ഷയം, മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് പറയുന്നത്. നമ്മുടെ മസിൽസിനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ. പല കാരണങ്ങളാൽ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം എന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. ഓക്കെ, പേശീക്ഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. നമുക്ക് പേശികളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ശരീര ചലനങ്ങൾ സാധ്യമാകുന്നത് പേശികളുടെ സഹായത്താലാണ്. ചലനങ്ങളെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാകുന്നവ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്തവ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസും എന്ന് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങളെ നമ്മൾ ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാകാത്ത അനൈച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നും പറയുന്നു. ശരീര ചലനങ്ങൾക്ക് സാധ്യമാകുന്നത് എന്തിന്റെ സഹായത്തോടെയാണ്? പേശികളുടെ സഹായത്താലാണ് ശരീര ചലനങ്ങൾ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ പേശികളെ നമുക്ക് വോളണ്ടറി മസിൽസ് എന്നും ഇൻവോളണ്ടറി മസിൽസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ? എന്തിന്റെ ബേസിൽ? നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ നമുക്ക് എങ്ങനെ വോളണ്ടറി മസിൽസ് വെച്ചിട്ടാണ് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നത്. എന്നാൽ അനൈച്ഛിക ചലനങ്ങളാവട്ടെ നമ്മുടെ ഇൻവോളണ്ടറി മസിൽസിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി പേശികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താണ് പറയുന്നത്? മയോളജി. ഓക്കെ, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എന്ന് പറയുന്നത് 640 കേട്ടോ. അപ്പം ചില ബുക്സിൽ അത് 700 എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് ഉള്ളിലുള്ള റേഞ്ചിലുള്ള ഓപ്ഷൻസ് ആണ് വരുന്നതെങ്കിൽ 700 എന്നുള്ള ഓപ്ഷൻ കാണുകയാണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും മിക്ക ബുക്കുകളിലും 640 കണ്ടിട്ടുള്ളത്. ഓക്കെ,
ഇനി പേശികൾ കാണുന്ന മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആക്ടിൻ, മയോസിൻ. പേശികളിൽ കാണുന്ന മാംസ്യം ആക്ടിൻ ആൻഡ് മയോസിൻ. പേശികളുടെ അടിസ്ഥാന ഘടകം മയോസൈറ്റ്സ് ആണ്. ഓക്കെ, പേശികളുടെ അടിസ്ഥാന ഘടകം മയോസൈറ്റ്സ് ആണ്. അസ്ഥികളുടെ ആവട്ടെ ഓസ്റ്റിയോസൈറ്റ്സ് ആണ്. ഇനി രേഖാങ്കിത പേശികളുടെ അടിസ്ഥാന ഘടകം എന്താണ്? ചെറിയ ചെറിയ വരകൾ കാണുന്ന പേശികളിൽ ചെറിയ ചെറിയ വരകൾ കാണുന്നുണ്ട്. അങ്ങനെ അതിനെ സ്ട്രയേറ്റഡ് എന്നും നോൺ സ്ട്രയേറ്റഡ് എന്നായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് രേഖാങ്കിത പേശികളെന്നും അതുപോലെ തന്നെ രേഖകളില്ലാത്ത പേശികളെന്നും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ തരംതിരിക്കാം. ഓക്കെ, ഇനി രേഖാങ്കിത പേശികളുടെ അടിസ്ഥാന ഘടകമാണ് സാക്രോമിയർ. ഓക്കെ, സാക്രോമിയർ. ഇനി പേശി പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകം ഏതൊക്കെയാണ്? കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. ഓക്കെ, പേശി പ്രവർത്തന ആവശ്യമായ മൂലകം എന്ന് പറയുന്നത് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ആണ്. ഇനി ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും ചെറിയ പേശി ഏതാണ്? നമ്മുടെ ഈ ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പസ് എന്ന് പറയുന്നു. അപ്പൊ സ്റ്റെപ്പിഡിയസ് പേശികളാണ് ഏറ്റവും ചെറിയ പേശി. അതിനോടനുബന്ധിച്ചിട്ടുള്ള പേശികളാണ് ഈ സ്റ്റെപ്പിഡിയസ് പേശി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നതും സ്റ്റെപ്പിഡിയസ് പേശിയാണ്. അപ്പൊ ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി എന്ന് പറയുന്നത് ഏതാണ്? തുടയിലാണ് ഏറ്റവും നീളം കൂടിയ എല്ല് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനോടനുബന്ധിച്ചുള്ള മസിൽസ് ആണ് സർട്ടോറിയസ്. സോ ഇതാണ് ഏറ്റവും നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി എന്ന് പറയുന്നത് സാർട്ടോറിയസ് പേശിയാണ്. ഇനി പേശികളെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. 3 പേശികളാണ്. ഓക്കെ, സോ അസ്ഥിപേശി എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽസ്. അത് രേഖാങ്കിത പേശികളാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, രേഖാങ്കിത പേശികളുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സാക്രോമിയർ ആണ്. സാക്രോമിയർ ആണെന്ന് പറഞ്ഞു. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സ്കെലിറ്റൽ മസിൽ, അസ്ഥിപേശി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പോയിന്റ് നമുക്ക് ഓർത്ത് വെക്കാം. എന്താണ്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് അസ്ഥിപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അല്ലെ, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഓക്കെ, ഈ ഫിഗർ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഐശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു. ഇത് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ്? വോളണ്ടറി മൊമെന്റ്സ് അല്ലെങ്കിൽ ഐശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നത് അസ്ഥിപേശികളിലാണ്. ഓക്കെ, നമുക്ക് വേണ്ട പോലെ നമ്മുടെ അസ്ഥികളെ പ്രവർത്തിപ്പിക്കാം അല്ലെ. സോ നമ്മുടെ ഐശ്ചിക ചലനങ്ങളിൽ പെടുന്നതാണ് അസ്ഥിപേശികളുടെ ചലനങ്ങൾ. ഇനി മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് അല്ലെ, ആ പേര് തന്നെ നമുക്ക് ഓർക്കാം. ഇത് രേഖാശൂന്യ പേശിയാണ് കേട്ടോ. രേഖകളില്ല അല്ലെങ്കിൽ സ്ട്രയേഷൻസ് ഇല്ലാത്തതാണ് മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. മിനുസപേശി എവിടേക്കാണുള്ളത്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലുമാണ് കാണപ്പെടുന്നത്. ഇനി സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള മസിൽസ് ആണത് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. കുറുകെ വരകളില്ല അല്ലെ, കുറുകെ വരകളില്ല. അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു. ഐശ്ചിക ചലനങ്ങളല്ല, അനൈശ്ചിക ചലനങ്ങളാണ്. ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഈ സ്മൂത്ത് മസിൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മിനുസപേശികൾ ചെയ്യുന്നത്. അനൈശ്ചിക ചലനങ്ങളാണ് സാധ്യമാകുന്നത്. ഇനി അടുത്തതായിട്ട് കാർഡിയാക് മസിൽ അല്ലെങ്കിൽ ഹൃദയപേശിയാണ്. ഹൃദയഭിത്തിയിലാണ് കാണപ്പെടുന്നത്. ഹൃദയപേശികൾ ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണിത്. ഓക്കെ, ശാഖകൾ പോലെയാണ് കാണുന്നത് അല്ലെ. കുറുകെ വരകൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു. ഓക്കെ, അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നതാണ് ഇവിടെ കാർഡിയാക് മസിൽസ്. നമ്മുടെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ഇതിന്റെ ചലനങ്ങൾ അല്ലെ. അപ്പൊ അനൈശ്ചിക ചലനങ്ങളാണിത്. കുറുകെ വരകൾ കാണുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അസ്ഥിപേശികളുടെ അത്രയും കാണുന്നില്ല. കുറുകെ വരകൾ കാണുന്നതാണ്, പക്ഷെ അതുപോലെ തന്നെ അനൈശ്ചിക ചലനങ്ങളാണ് കാർഡിയാക് മസിൽസിൽ സംഭവിക്കുന്നത്. ഓക്കെ, അനൈശ്ചിക ചലനങ്ങളൊക്കെ ഉള്ളത് സ്മൂത്ത് മസിൽസിൽ അതുപോലെ തന്നെ കാർഡിയാക് മസിൽസിലാണ് അനൈശ്ചിക ചലനങ്ങൾ. ഐശ്ചിക ചലനങ്ങൾ ആകെ ഒരു പേശിയിൽ മാത്രമുള്ളത്, അത് സ്കെലിറ്റൽ മസിൽസിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് പേശികളെ നമുക്ക് തരംതിരിക്കാവുന്നത്. അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. അടുത്തതായി പേശീക്ലമം. ഓക്കെ,
ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ ഒരു പേശീക്ലമം കാണപ്പെടുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന വേളയിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. ഓക്കെ, അവായു ശ്വസനം എന്ന് പറഞ്ഞാൽ എനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്കെ, എനൈറോബിക് റെസ്പിറേഷൻ, ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്ത റെസ്പിറേഷൻ നടക്കുന്ന വഴി ഇപ്പം എന്താണ് ഉണ്ടാവുന്നത്? ലാക്റ്റിക് ആസിഡ് നമ്മുടെ പേശികളിൽ അടിഞ്ഞുകൂടുന്നു. തന്മൂലം പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരും. അതുപോലെ തന്നെ പേശികൾ ക്ഷീണിക്കും. സങ്കോചിക്കാൻ ഉള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടും. അപ്പൊ ഈ അവസ്ഥയാണ് നമ്മൾ മസിൽ ഫാറ്റീഗ് അല്ലെങ്കിൽ പേശീക്ലമം എന്ന് പറയുന്നത്. അപ്പം ഈ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളിൽ ഈ ഒരു പേശീക്ലമം കണ്ടുവരുന്നു. ഓക്സിജൻ ലഭ്യമാവാത്തൊരു അവസ്ഥയിൽ അവരുടെ ശരീരത്തിൽ അവായു ശ്വസനം നടക്കുന്നു. അതുവഴി ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിഷൻ നടക്കുന്നു. ഓക്കെ, അങ്ങനെ ലാക്റ്റിക് ആസിഡിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുന്നതിനനുസരിച്ച് പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരും. അതുപോലെ തന്നെ പേശികൾ ക്ഷീണിക്കും. അതുപോലെ തന്നെ താൽക്കാലികമായി സങ്കോചിക്കാനുള്ള കഴിവ് ഈ പേശികൾക്ക് നഷ്ടമാകും. ഈ അവസ്ഥയാണ് മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചു നേരം വിശ്രമിച്ച് കഴിയുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നു. അതുപോലെ പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. ഓക്കെ, സോ ഇതാണ് പേശീക്ലമം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പേശികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾക്ക് പൂർണ്ണത വരുന്നത്. ഓക്കെ, ഇനി കയ്യിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നതായി നമ്മൾ കണ്ടു അല്ലെ? ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഈ രണ്ട് മസ്കുലർ ആക്ഷൻ ആണത്. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് ഫ്ലെക്ഷൻ ആണ്. ഓക്കെ, രണ്ട് ബോൺസ് അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അത് തമ്മിലുള്ള ആംഗിൾ കൂടുന്നതിന് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, മടക്കൽ പേശി സങ്കോചിക്കുകയാണ്. ഫ്ലെക്ഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മടക്കൽ പേശി സങ്കോചിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലെക്സർ മസിൽസ് ആണ് കേട്ടോ മടക്കൽ പേശി എന്ന് പറയുന്നത്. നിവർത്തൽ പേശി എക്സ്റ്റൻസർ മസിൽസ് ആണെങ്കിൽ അയയുന്നു. ഇത് സങ്കോചിച്ച് ഇവിടെ അയവ് സംഭവിക്കുന്നു. ഇനി നിവർത്തൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ നിവർത്തൽ പേശി ആണ് സങ്കോചിക്കുന്നത്, എന്നാൽ മേലെയുള്ള മടക്കൽ പേശി അയയുകയാണ് ചെയ്യുന്നത്. ഇത്തരം പേശി ജോഡികളെ നമ്മൾ പറയുന്നത്? പ്രതിദ്വന്ദ്വി പേശികൾ എന്നാണ്, അല്ലെങ്കിൽ ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീര ചലനത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ആന്റഗോണിസ്റ്റിക് മസിൽസിന്റെ ആക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മനുഷ്യ ശരീരത്തിലെ അസ്ഥി വ്യവസ്ഥകളെ കുറിച്ചാണ് അല്ലെ? ഇനി അസ്ഥി കൂടെ ഇല്ലാതെയും ജീവിക്കുന്ന ചില ജീവികളുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പാരമീസിയം, യുഗ്ലീന. പക്ഷെ അവർക്ക് ചലനവും സാധ്യമാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ പാരമീസിയം, യുഗ്ലീന എന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏകകോശ ജീവികളിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഒക്കെ ഏകകോശ ജീവികളാണ്. അപ്പം ഈ പാരമീസിയം എന്ന് പറയുന്ന ഈ ഒരു ജീവിയില് ഈ ചലനം എങ്ങനെയാണ് ചലിക്കാൻ എങ്ങനെയാണ് അവർക്ക് പറ്റുന്നത്? ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സിലിയ ആണ്. സിലിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് സഹായിക്കുന്നത്. അവരുടെ ഔട്ടർമോസ്റ്റ് മെംബ്രെയിനിൽ കാണുന്ന ഈ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിനെയാണ് സിലിയ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പ്രോട്ടീൻ തന്തുക്കളാണ് ഈ സിലിയകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോട്ടീൻ തന്തുക്കളാണ് സിലിയകൾ എന്ന് പറയുന്നത്. ഇനി യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജല്ലമാണ്. ഓക്കെ, ഈ നീണ്ട ഈ ചാട്ടവാറ് പോലെയുള്ള സാധനമാണ് നമ്മൾ ഫ്ലജല്ലം എന്ന് പറയുന്നത്. അതും ഒരു പ്രോട്ടീൻ തന്തുവാണ്. ഓക്കെ, ഫ്ലജല്ലം എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്തുവാണ്. അപ്പം പാരമീസിയത്തെ മുന്നോട്ട് സഹായിക്കും, ജലത്തിലൂടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സിലിയാണ്. അതൊരു പ്രോട്ടീൻ തന്തുവാണ്. അതുപോലെ തന്നെ യുഗ്ലീനയെ സഹായിക്കുന്നത് ഫ്ലജല്ലമാണ്. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ് ഈ ഫ്ലജല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മണ്ണിരയില് എങ്ങനെയാണ് ചലനം സാധ്യമാകുന്നത്? മണ്ണിരയുടെ ശരീരത്തിൽ 2 തരം പേശികളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? വലയപേശികളും അതുപോലെ തന്നെ ദീർഘപേശികളും. വലയപേശികൾ അല്ലെങ്കിൽ സർക്കുലർ മസിൽസും അതുപോലെ തന്നെ ദീർഘപേശികൾ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ആണ്. ഇവയുടെ
ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും ആണ് മണ്ണിരയ്ക്ക് സഹായമാകുന്നത്. അപ്പൊ ഈ രണ്ട് മസിൽസ് ആണ് എന്ത് മണ്ണിരയെ മുന്നോട്ട് നീങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് മണ്ണിരയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ ചലനം സാധ്യമാക്കുന്നത്. ഇതുകൂടാതെ ശരീരത്തിന് പുറത്തേക്കായിട്ട് തള്ളി നിൽക്കുന്ന ഒരു ഘടകമുണ്ട്, അതിന്റെ പേര് സീറ്റൈ എന്നാണ്. ഇത് സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ശരീരത്തിന് പുറമേ ആയിട്ട് കാണുന്ന ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ കൂർത്ത ഭാഗത്തെയാണ് സീറ്റകൾ എന്ന് പറയുന്നത്. ഇതും സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മണ്ണിരയെ സഞ്ചാരത്തിന് വേണ്ടി സഹായിക്കുന്നത്? സർക്കുലർ മസിൽസ് അല്ലെങ്കിൽ വലയപേശികൾ, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ദീർഘപേശികൾ, അതുപോലെ തന്നെ സീറ്റകൾ. ഇപ്പൊ നമ്മള് ജന്തുക്കളിലും മറ്റു ജീവികളിലൊക്കെ അസ്ഥിവ്യവസ്ഥയെ കുറിച്ച് പഠിച്ചു, ചലനങ്ങൾ എങ്ങനെ സാധ്യമാവുന്നുള്ളതും നോക്കി. ഇനി അതുപോലെ തന്നെ സസ്യങ്ങളിലും ചലനങ്ങളുണ്ട്. ഓക്കെ, സോ സസ്യങ്ങളിൽ വിവിധ ചലനങ്ങൾ ഏതൊക്കെയാണ്? രാസട്രോപിക ചലനം. ആദ്യമായിട്ട് രാസട്രോപിക ചലനമാണ്. എന്താണത്? അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ. ഓക്കെ, ഇത് ഒരു പൂവിന്റെ ഉള്ളിലുള്ള അണ്ഡാശയമാണ് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെമ്പരത്തി പൂവ്. ഓക്കെ, സോ അതിന്റെ ഓവറിയിൽ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളി അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്നു. ഓക്കെ, ഈ പരാഗനാളിയെ അണ്ഡാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. അപ്പൊ അവിടെ എന്തൊരു കെമിക്കലാണ് ഈ ഒരു രാസട്രോപിക ചലനത്തെ ഉത്തേജിപ്പിക്കുന്നത് അല്ലെ. സോ രാസട്രോപിക ചലനം എന്താണ്? അണ്ഡാശയം, അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. ഇനി അടുത്തതായി പ്രകാശട്രോപിക ചലനം. ഓക്കെ, പ്രകാശട്രോപിക ചലനം എന്ന് പറയുന്നത് എന്താണ്? ഈ ചെടികളുടെ കാണ്ഡഭാഗം എങ്ങോട്ടേക്ക് നീങ്ങുന്നു? പ്രകാശത്തിന് നേരെയാണ് വളരുന്നത്. അപ്പൊ നമ്മള് പൊതുവെ നമ്മുടെ വീട്ടുവളപ്പിൽ വളർത്തുന്ന ചെടികളിലൊക്കെ ശ്രദ്ധിച്ചാല് പ്രകാശമുള്ള ഭാഗത്തേക്കാണ് ചെടികളൊക്കെ തന്നെ വളരുന്നത്. അപ്പൊ അതിനെ പ്രകാശട്രോപിക ചലനം എന്നാണ് പറയുന്നത്. അപ്പൊ ആകട്ടെ വേര് പ്രകാശത്തിന് എതിർദിശയിൽ വളരുന്നു. ഇനി അടുത്തതായിട്ട് ഭൂഗുരുത്വ ട്രോപിക ചലനം. ഭൂഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. സോ കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ട് വളരുകയും എന്നാൽ വേരുകള് അതിന് നേരെയായിട്ട് വളരുകയുമാണ് ഭൂഗുരുത്വ ട്രോപിക ചലനത്തിൽ സംഭവിക്കുന്നത്. ഇനി സ്പർശന ട്രോപിക ചലനം. വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നതാണ് സ്പർശന ട്രോപിക ചലനം എന്ന് പറയുന്നത്. നമ്മള് വള്ളിച്ചെടികൾക്കൊക്കെ വളരാനായിട്ട് ചെറിയ കയറൊക്കെ കെട്ടിക്കൊടുക്കും അല്ലെ. സോ അങ്ങനെ അവർക്ക് ആ കയറിൽ ചുറ്റിപ്പിടിച്ചിട്ടാണ് അവർ പിന്നീട് വളരുന്നത്. ഇത് സ്പർശന ട്രോപിക ചലനത്തിലാണ് വരുന്നത്. ഇനി ജലട്രോപിക ചലനം എന്താണ്? ജലട്രോപിക ചലനം എന്ന് പറയുന്നത് കാണ്ഡം ജലത്തിന് എതിർദിശയിൽ വളരുകയും വേരുകൾ ജലത്തിന് അടുത്തേക്ക് വളരുന്നതിനെയാണ് ജലട്രോപിക ചലനം എന്ന് പറയുന്നത്. ഓക്കെ, കാണ്ഡം എന്ന് പറയുന്നത് ജലത്തിന് എതിർദിശയായിട്ടും വേരുകളാണ് ജലത്തിന് അടുത്തേക്ക് വളരുകയും ചെയ്യുന്നത്. ഇതാണ് സസ്യങ്ങളിലെ വിവിധ ചലനം: രാസട്രോപിക ചലനം, പ്രകാശട്രോപിക ചലനം, ഭൂഗുരുത്വ ട്രോപിക ചലനം, സ്പർശ ട്രോപിക ചലനം, അതുപോലെ തന്നെ ജലട്രോപിക ചലനം. ഇത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് പ്രകാരം പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ഉള്ള ബന്ധമാണ് ഈ കണ്ടതൊക്കെ അല്ലെ, ട്രോപ്പിക് മൂവ്മെന്റ്സ് ഒക്കെ. അപ്പൊ നമ്മൾ ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിലുള്ള ബന്ധമുള്ള ചലനങ്ങളെയാണ് ട്രോപ്പിക ചലനങ്ങൾ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു പോയതൊക്കെ എന്താണ്? ട്രോപ്പിക ചലനത്തിൽ വരുന്നതാണ് അല്ലെങ്കിൽ ട്രോപ്പിക് മൂവ്മെന്റ്സിൽ വരുന്നതാണ്. എന്നാൽ അടുത്തതായിട്ട് ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളെ നമ്മൾ നാസ്റ്റിക് ചലനങ്ങൾ എന്നാണ് പറയുന്നത്. സോ ഇതിലൊന്നും വരാത്തതൊന്നാണ് അല്ലെ നാസ്റ്റിക ചലനങ്ങൾ അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തൊട്ടാവാടി ചെടി അല്ലെങ്കിൽ ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ തൊടുന്നതിനനുസരിച്ച് അത് അതിന്റെ ഇലകളെല്ലാം കൂടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് ഇപ്പം നാസ്റ്റിക ചലനങ്ങളിലാണ് വരുന്നത്. ബാക്കിയെല്ലാം ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.